ലോകത്ത് എന്നും എക്കാലത്തും ഭരണകൂടങ്ങൾക്കെതിരെ നീതിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദിച്ചിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ അപ്രീതിക്ക് ഇരകളായി കൊടിയ മർദ്ദനങ്ങളും യാതനകളും നീണ്ടു നിൽക്കുന്ന ജയിൽവാസവുമെല്ലാം അനുഷ്ഠിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെയെല്ലാം പോരാട്ടങ്ങളുടെ യാതനകളുടെ അനന്തരഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഇത്രമാത്രമെങ്കിലുമുള്ള ഒരു സ്വാതന്ത്ര്യം. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ റൊമൈൻ റോളണ്ടിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലിൽ ഒരു കഥാപാത്രം, ജീൻ ക്രിസ്റ്റഫ് തന്നെയാണ് അതിലെ കഥാപാത്രം, രാജാവിൻ്റെ പീഡനങ്ങൾക്കിരയായി നാടുവിടേണ്ടതായിട്ട് വന്നു. അവിടെയും അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം പ്രശ്നങ്ങളുണ്ടാക്കി ജീവിതം നിരന്തരമായ യാതനയായി മാറിയ ജീൻ ക്രിസ്റ്റഫ് ഒരിക്കൽ നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, അവർ എന്നെ യാതന അനുഭവിപ്പിക്കട്ടെ, യാതനയും ജീവിതമാണ്. അനുഭവിക്കുമ്പോൾ പലപ്പോഴും അത് ദുരിതമാകാമെങ്കിലും പിന്നീട് ചരിത്രം അതിനെ ആവേശകരമായ രീതിയിലാണ് ആലേഖനം ചെയ്യുക. നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം എന്നല്ല, നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്ന് ക്രിസ്തു. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ എന്ന് ഭഗവാൻ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ സ്വധർമ്മം അതിൽ ആശങ്കാകുലനായി നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ അർജുന, തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ഛ, എന്നും എക്കാലത്തും നീ എന്നെ ഓർക്കുക, യുദ്ധം ചെയ്യുക. അസാധാരണമായ ജന്മഭാഗ്യം, ജന്മസുഹൃതമുള്ളവർക്ക് മാത്രമേ നീതിക്കായി പൊരുതാനുള്ള ആർജവമുണ്ടാകുകയുള്ളൂ. അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കുന്നതിനുള്ള കരുത്ത് ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നതെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അധികാരം ഏതാനും പേരുടെ കൈകളിലിരിക്കുമ്പോഴല്ല, അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കാനുള്ള കരുത്ത് മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാകുന്നത് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ഇന്ത്യയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് ഭരണസമ്പ്രദായം ഈ ജനപ്രതിനിധി ആധിപത്യമല്ല, പാർട്ടി ആധിപത്യമല്ല, ഓരോ 20 വീട്ടും കൂടിച്ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ വാർഡ് മെമ്പറാകുകയും വാർഡ് മെമ്പർമാരിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, അവരിൽ നിന്ന് താലൂക്ക് ജില്ലാ ഭരണാധികാരികൾ, അതിൽ നിന്ന് MLA, അതിൽ നിന്ന് MP, അങ്ങനെ 20 വീടുകളിലെ മാത്രം നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്പ്രദായമാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ നാം ആ പഴയ ബ്രിട്ടീഷ് സമ്പ്രദായം തന്നെ തുടർന്നു പോരുകയും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് നമ്മെ വാഴ്ത്തുകയൊക്കെ ചെയ്തത് തികഞ്ഞ കാപട്യമാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും, അമിതാധികാരം അമിതമായി ദുഷിപ്പിക്കും. അത് കഴിഞ്ഞ 10 കൊല്ലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. മനുഷ്യന് ഭ്രാന്ത് പിടിക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ധാരാളം പേരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരധ്യാപകരിലുണ്ട്, പോലീസുകാരിലുണ്ട്, ജഡ്ജിമാരിലുണ്ട്, ഭരണകർത്താക്കളിലും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. നായ്ക്കൾക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ അതിനെ പേ പിടിച്ചു എന്നാണ് പറയുക. മനുഷ്യന് ഭ്രാന്ത് പിടിക്കും, അധികാരത്തിനും ഭ്രാന്ത് പിടിക്കും, അധികാരിക്കും ഭ്രാന്ത് പിടിക്കും. അമിതാധികാരിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അധികാരിയുടെ ഭ്രാന്തും അമിതാധികാരിയുടെ ഭ്രാന്തും
സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം അചിന്ത്യമായിരിക്കും. സമഗ്രാധികാരം കൊതിക്കുന്നൊരു പാർട്ടിയും സമഗ്രാധികാരം കൈക്കൊള്ളാൻ വെമ്പുന്ന പാർട്ടിയെ സമഗ്രാധികാരത്തിലാക്കിയിരിക്കുന്ന അധികാരിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കുന്ന നാടിൻ്റെ അവസ്ഥ കംബോഡിയയിലെ പോൾപോട്ടും റഷ്യയിലെ സ്റ്റാലിനും അങ്ങനെ നിരവധിയായ സമഗ്രാധിപതികൾ, സർവാധിപതികൾ, ഏകാധിപതികൾ അതിൻ്റെ ദുരന്തം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കംബോഡിയയിലെ തൂസലെ ജയിലും കില്ലർ ഫീൽഡും ഒക്കെ കണ്ടതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഭരിക്കുമ്പോൾ ആരും ശബ്ദിക്കരുത്, ഞാൻ ഭരിക്കുമ്പോൾ ആരും ശബ്ദിക്കരുത്, ആരും ഒരു ചോദ്യവും എന്നോട് ചോദിക്കരുത്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഹേ ഭരണാധികാരി, നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ പറയേണ്ട ഉത്തരം എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ ആര് പറയാനാണ്? അവരാണ് ഉത്തരം പറയേണ്ടത്. ജനാധിപത്യത്തിൻ്റെ മുഖത്ത് നോക്കി ഇതുപോലെ പുച്ഛിക്കുന്ന, അവഹേളിക്കുന്ന ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യാൻ പാടില്ല, ഒരാളും സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്യുന്നവരെ ഒരു കറുത്ത തുണിക്കഷണം കേരളത്തിൻ്റെ രാജ്യദ്രോഹമായത് നമ്മൾ കണ്ടു. ഒരു കറുത്ത തുണിക്കഷണം, ഒരു പൊതുയോഗത്തിന് കറുത്ത ബ്ലൗസോ കറുത്ത പാൻറ്റോ ഇട്ട് കടക്കാൻ പാടില്ല എന്ന് പറയുന്ന അമ്പരപ്പ് നമ്മൾ കണ്ടവരാണ് കേരളം. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യരുത്. കരിങ്കൊടി വീശാൻ സാധ്യതയുള്ളവരെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ വെച്ച ഭരണം നമ്മൾ കണ്ടു. അപ്പോഴും കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലവനായി കരുതപ്പെടുന്ന ഗവർണർക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല. ഗവർണറുടെ മുമ്പിൽ സമരം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മുമ്പിൽ ചാടി വീണവരെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എതിർ സമര ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ നായകനെയും നായികയെയും പോലീസ് സ്ഥലത്തെത്തിക്കുന്നു. അവർ പ്രതിഷേധിക്കുന്നു, അവരെ പോലീസ് പേരിന് പിടിച്ചു മാറ്റുന്നു. പിറ്റേ ദിവസവും രാവിലെ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട പ്രതിഷേധത്തിന് അവർ തിരിച്ചെത്തുകയാണ് അവിടെ. അതേസമയം മുഖ്യമന്ത്രി പോകുന്ന വഴിക്കരികിൽ നിന്ന് കരിങ്കൊടി വീശാൻ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിലെ യുവജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കരുതൽ തടങ്കിൽ വയ്ക്കുകയും ഭരണാധികാരി പോയിക്കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തി മാത്രം തുറന്നുവിടുകയും ചെയ്തിരുന്ന നാളുകളിലാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. ഞാൻ ഭരിക്കുമ്പോൾ ആരും സമരം ചെയ്യണ്ട, എതിർ ശബ്ദങ്ങളെ ജയിലിലടച്ചും ഭീഷണിപ്പെടുത്തിയും സമരങ്ങളെ അവഗണിച്ചും അടിച്ചമർത്തിയും ഒരു ചക്രവർത്തി വാഴ്ചയാണ് കേരളത്തിൽ നടന്നത്. സ്റ്റാലിൻ്റെയും പോൾപോട്ടിൻ്റെയും ഹിറ്റ്ലറുടെയും ദുർമുഖം കേരളത്തിൽ മിന്നി മിന്നി തെളിയുന്നത് പലപ്പോഴായി കണ്ടവരാണ് നമ്മൾ. വാടിക്കൽ രാമകൃഷ്ണനിൽ നിന്ന് തുടങ്ങി പടർന്നത് TP ചന്ദ്രശേഖരനിലേക്കും നവീൻ ബാബുവിലേക്കുമൊക്കെ പടരുന്നത് കണ്ടവരാണ് നമ്മൾ. അധികാരത്തിൻ്റെ പേയിളകിയൊരു ഗൺമാനെ നമ്മൾ കേരളം കണ്ടു. പേടിച്ചതാണ്, അധികാരത്തിൻ്റെ പേയിളകിയതാണ്. അധികാരത്തിൻ്റെ പേയിളകിയ ഗൺമാൻ ചെറുപ്പക്കാരെ ഓടിച്ചിട്ട് കടിക്കുന്നത് നമ്മൾ കണ്ടു. ക്രൂരമർദ്ദനങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളായി ആസ്വദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് ഭരണാധികാരിയെ സാധാരണക്കാർക്ക് ഭയക്കാതിരിക്കാൻ സാധിക്കില്ല. ഭയമായിരുന്നു കേരളത്തിലെ സാധാരണക്കാർക്ക്, മിണ്ടാൻ ഭയം. എത്രയോ പേരാണ് പ്രതികരിക്കുന്ന ഞങ്ങളോടെല്ലാം ഇങ്ങനെ പറയരുത്, പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും, കേസ് വരും, പോലീസ് വരും. ഭയമായിരുന്നു ഈ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലെ സാധാരണക്കാരെ ഭരിച്ചിരുന്നത്. ജനകീയ ഭയമായിരുന്നു. ഞാൻ
13 ദിവസം ജയിലിലായി. ഞാൻ ജയിലിൽ പോയത് അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഡോക്സി സൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ എഴുതിയിരുന്നത് വായിച്ച് മലയാളത്തിൽ പറഞ്ഞതിൻ്റെ പേരിലാണ്. പിന്നെ അതിനുശേഷം വാക്സിനെതിരെ പറഞ്ഞു എന്നുള്ള ഒരു വലിയ ആരോപണം, കുറ്റം കൂടെ എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടു. കെ ശൈലജയ്ക്ക് അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. വാക്സിൻ കൊണ്ട് മരിക്കുന്നവർക്കും പരിക്ക് പറ്റുന്നവർക്കും മറ്റു രോഗങ്ങളുണ്ടാകുന്നവർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ അമേരിക്കയിൽ ഒരു വാക്സിൻ കോർട്ടുണ്ട്. $6 ബില്യൺ ഇതിനോടകം 1986 തുടങ്ങി വാക്സിൻ വിക്ടിംസിന് $600 ലക്ഷം നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം മറച്ചു വെച്ച ഭരണാധികാരി അതിനെക്കുറിച്ച് പറഞ്ഞതിന്, അത് ചൂണ്ടിക്കാണിച്ചതിന് ജയിലിലടക്കുകയാണ്. ഏതായാലും ഓരോരോ പേരിലാണ്. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഈ നാട്ടിൽ പറയാവൂ, പ്രവർത്തിക്കാവൂ എന്നുള്ളൊരു ശാഠ്യം, എതിർ ശബ്ദങ്ങളെ ആദരവോടെ കേൾക്കാനും അതിനെ ഉൾക്കൊണ്ടത് ഉൾക്കൊള്ളാനുമുള്ള ജനകീയമായ മര്യാദയില്ലാത്ത ഒരു ഭരണകൂടവും ഇനി വന്നുകൂടാ. കോവിഡിൻ്റെ സമയത്ത് അപ്പോഴും എൻ്റെ പേരിലൊരു കേസുണ്ടായി. ഇപ്പോൾ 6 കേസുകളാണ് എൻ്റെ പേരിൽ വന്നത്. അതിൽ കോവിഡിൻ്റെ പേരിൽ വന്ന കേസ് 5 കൊല്ലം വിചാരണ നടത്തി എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതി എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കേസുകളിലും വെറുതെ വിടുമെന്ന് എനിക്കറിയാം. കാരണം സത്യം എൻ്റെ ഭാഗത്താണ്, ശാസ്ത്രം എൻ്റെ ഭാഗത്താണ്. കാരണം മെഡിക്കൽ ടെക്സ്റ്റുകൾ വെച്ചാണ് ഞാൻ ഈ കോടതി അധികാരികൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ കമ്പ്യൂട്ടർ 1.5 ലക്ഷം രൂപ വരുന്ന കമ്പ്യൂട്ടർ സാമഗ്രികൾ 5 കൊല്ലമായി ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത് വിട്ടു തന്നിട്ടില്ല. 5 കൊല്ലമായി ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസർ, സർക്കിൾ ഇൻസ്പെക്ടർ എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യ സാറിൻ്റെ ചികിത്സയിൽ ഇപ്പോൾ അവൾ 5 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയാണ്. പക്ഷെ സാറേ, ഇത് മോളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചൊക്കെ സഹായിക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ കൂടിയുള്ള വൈരാഗ്യമാണ് ഭരണകൂടം എന്നോട് തീർത്തത്. ജോസഫ് സി മാത്യു ഇടപെട്ടിട്ടാണ് VS അച്യുതാനന്ദൻ ഒരു പ്രസ്താവന ഇറക്കി, എന്നെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. ഓരോരോ കാര്യങ്ങളിലെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് വേട്ടയാടപ്പെട്ടിട്ടുള്ള അനേകം പേര്. ഇത് ഏകാധിപതിയുടെ ഒരു കാര്യം. മറ്റു പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. എതിർ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കേരളമാണിത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭരണകൂടം അധികാരം കിട്ടിയവൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്ക് ഇവിടെയുള്ള പല കോളേജുകളിലും, കേരളത്തിലെ പല കോളേജുകളിലും എതിർ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ സാധിക്കില്ല, അടിച്ചവൻ്റെ തല തകർക്കും. ചില ഗ്രാമങ്ങളിൽ പാർട്ടി പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാം. ഈ അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പാർട്ടിക്കാരെ വെറുപ്പിക്കാതിരുന്നാൽ ജീവിച്ചു പോകാം എന്ന ഒരന്തരീക്ഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടപ്പിലായിരിക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യമെന്നും സമത്വമെന്നും ഒക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവർ പക്ഷേ നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നത് ഭയവും അവരുടെ ആധിപത്യവും സമഗ്രാധിപത്യവുമാണ് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരിക്കുന്നിടത്ത് മാത്രമല്ല, അവർ പെരുമാറുന്നിടങ്ങളിലെല്ലാം ഈ ഭീകരത വളർന്നു വരുന്നു എന്നുള്ളത് കൂടെ നാം കാണേണ്ടതുണ്ട്. അതിപ്പോൾ മതത്തിൻ്റെ പേരിൽ കൂടെ വ്യാപിക്കുന്നു എന്നുള്ള ഇരുതലവാളായി
ഡെമോക്രസിൻ്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മീതെ 2 വാളുകൾ തൂങ്ങിക്കിടക്കുകയാണ് എന്നതും നാം ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതും ജനങ്ങളെ ആദരവോടെ കാണുന്നതുമായ പ്രത്യയശാസ്ത്രങ്ങളും കൊഴിഞ്ഞു വീഴാനും കൊഴിഞ്ഞു വീഴ്ത്തപ്പെടാനുമൊക്കെ കഴിയുന്ന ഭരണ സംവിധാനങ്ങളുമാണ്. നന്നായി ഭരിക്കുന്ന ഭരണാധികാരിയെ നമുക്ക് വേണ്ട. നമ്മൾ ജനങ്ങൾ പറയുന്നത് പോലെ ഭരിക്കാനുള്ള ഭരണാധികാരിയാണ് വേണ്ടത്. ഭരണാധികാരികൾ ജനഹിതമാണ് പാലിക്കേണ്ടത്. സ്വിറ്റ്സർലാൻഡിനെ പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ അതിനും അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു പ്രദേശത്തെ ജനങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കിവിടെ ഒരു ഷോപ്പിംഗ് മാൾ വേണ്ട എന്ന് പറഞ്ഞാൽ 40% പേരിലധികം ഒപ്പിട്ട് കൊടുത്താൽ നിയമങ്ങൾ അനുസരിച്ച് പോലും ഷോപ്പിംഗ് മാൾ പണിയാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയാണ് അവിടുത്തെ ജനാധിപത്യത്തിനുള്ളത്. ആറ്റോമിക് റിയാക്ടറുകൾ വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് റഫറൻഡം വേണം. 1,00,000 ആളുകളിൽ കൂടുതൽ ഒപ്പിട്ട് കൊടുത്താൽ ആ വിഷയത്തെക്കുറിച്ച് ജനകീയമായ റഫറൻഡം നടത്താനും അത് പാലിക്കാനും സർക്കാർ ബാധ്യസ്ഥമാകുന്ന യഥാർത്ഥ തീരുമാനങ്ങൾ ജനകീയമായ തലങ്ങളിൽ എടുക്കാൻ കഴിയുന്ന യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് മുന്നേറാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ ഇനി വരുന്ന ഭരണാധികാരികളും അധികാരം ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാനാണ് എന്ന് കരുതിയാൽ വീണ്ടും ഈ ഏകാധിപത്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനഹിതം നിഴലിക്കുന്ന ഒരു ഭരണമുണ്ടാവണം. ഓരോ 20 വീട്ടിലെയും ജനങ്ങളിൽ ചർച്ച ചെയ്ത് വാർഡ് കമ്മിറ്റിയിൽ, പഞ്ചായത്തിൽ, അങ്ങനെ നിയമസഭയിലും പാർലമെൻറ്റിലും പോയി ഈ അടിസ്ഥാന തലത്തിൽ ഇന്ത്യയിലെ 20 വീട്ടുകൂട്ടങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനം പാർലമെൻറ്റിന് അംഗീകരിക്കാമെന്ന് എന്ന് വരുന്ന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിരവധി അഭിപ്രായങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള തീരുമാനങ്ങളും അത് നടപ്പാക്കാനുള്ള കാര്യസ്ഥന്മാരും എന്ന നിലയ്ക്ക് ഭരണാധികാരികളെ മാറ്റാതെ, ഭരണാധികാരികൾ നമ്മുടെ മാനേജർമാർ മാത്രമാണ്, നമ്മുടെ ഉടമകളല്ല, യജമാനന്മാരല്ല എന്നുള്ളൊരു മനോഭാവം ജനങ്ങളിലേക്ക് വന്ന് തീരുമാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെടുക്കും. ചർച്ച ചെയ്യാനുള്ള പോയിന്റുകളുമായി നിങ്ങൾ പാർലമെൻറ്റിൽ നിന്ന്, അസംബ്ലിയിൽ നിന്ന് വന്നോളൂ, ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം പറയാം, ആ തീരുമാനങ്ങളുടെ ഭൂരിപക്ഷം നിങ്ങൾക്ക് അംഗീകരിക്കാമെന്ന് പറയുന്ന അത്തരത്തിലുള്ള, ഇതെല്ലാം പണ്ടേ ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിൽ ഗാന്ധിയന്മാരും പരാജയപ്പെട്ടു, ഗാന്ധിയുടെ പേര് പറയുന്ന പാർട്ടികൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് മുന്നേറാനുള്ള ചുവടുകൂടെ വയ്ക്കാൻ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുടെ, സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മയിൽ സാധിക്കണം.